ഇതൊരു സ്പൈനൽ കോഡ് ഇഞ്ചറിയാണ്. അതായത് വേർട്ടിബ്ര ഫ്രാക്ചർ ആയിട്ട് ആക്സിഡൻറ്റിൽ വേർട്ടിബ്ര ഫ്രാക്ചർ ആയിട്ട് സ്പൈനൽ കോഡ് ഡാമേജ് ആയതാണ്. ഏത് ലെവലിലാണോ അഫക്റ്റ് ആകുന്നത് ആ ലെവൽ മുതൽ താഴേക്ക് അര മുതൽ താഴോട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡാണ്. ഇപ്പോൾ പുള്ളിക്കാരന് ഒരു റീഹാബിലിറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു സ്റ്റാൻഡിങ് ഫ്രെയിമുണ്ട്, നമുക്ക് ഒരു ടിൽറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊണ്ടുപോകും. അതുപോലെ മെയിൻലി കുറച്ച് സ്ട്രെങ്തൻ ചെയ്തെടുക്കുക, അങ്ങനത്തെ കുറേ വർക്കൗട്ടുകൾ ചെയ്യിച്ചിട്ട്. ഞാൻ വന്ന സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഒരാളുടെ സഹായമില്ലാതെ എണീറ്റിരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഇവിടെ വന്നതിന് മാത്രമുള്ള മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എണീറ്റിരിക്കാൻ പറ്റും, എവിടെയും പിടിക്കാതിരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒറ്റയ്ക്ക് ഓട്ടോയ്ക്കകത്തുനിന്ന് ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടെ എനിക്ക് അതിനകത്ത് വന്ന് ഇറങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ട് വീൽ ചെയറിലോട്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇപ്പം എനിക്ക് മസിലൊക്കെ ഇവിടെ പെയിൻ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് വന്നതായിട്ട്. മറ്റേത് ഒരു 1.5 വർഷം കൊണ്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ ബാക്കിലൊക്കെ പെയിൻ അറിയുന്നുണ്ട്. പിന്നെ ഈ സ്പെൻസ് മിഷ്യൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ സെൻസേഷൻ്റെ ചെറിയ രീതിയിൽ അറിയുന്നുണ്ട്. അങ്ങനെ എനിക്ക് വന്നതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു മാറ്റമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതേക്കൂട്ട് തന്നെ ഈ 3 വീൽ ഹാൻഡിക്യാപ്പ് വെഹിക്കിളിനകത്ത് ഇരിക്കാനുള്ള ഒരു ബാലൻസും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ എനിക്കായിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അതിനകത്ത് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.